ഇനി നമുക്കൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാം. അമ്മീമിലിട്ടിട്ട് അരച്ചാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കിട്ടില്ല. മുളക് ചുട്ടു അത് അമ്മീമ കൊണ്ടുപോയി അരക്കണം. ഈ അടുപ്പത്തുള്ളത് നാള് വിളവെടുത്ത് കാട്ടി തന്നില്ല വഴുതന, ആ വഴുതന വിളവെടുത്തായിരുന്നു. അത് അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു, അരിയണേന് മുന്നേയും മറന്നു. പിന്നെ തൊടിയിൽ വേറെ അപ്പുറത്തെ തൊടിയിലുണ്ട് 2 കാഴ്ച വെക്കണ വെള്ള, അതുകൊണ്ട് ഇതിൽ അതും കൂടെ കൂട്ടിയിട്ട് ഇതാക്കിയത്. നമുക്ക് ഈ ചമ്മന്തി അരച്ച് കൊണ്ടുവരാം. അമ്മിട്ടിട്ട് അങ്ങനെ അരക്കലില്ല, എപ്പോഴെങ്കിലും കുടുങ്ങുമ്പോൾ ഒക്കെ അരയ്ക്കുന്നില്ലാതെ, അല്ലാത്തതൊക്കെ മിക്സി തന്നെയാണ് കേട്ടോ. ചമ്മന്തി അരയ്ക്കുമ്പോഴും പിന്നെ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരയ്ക്കാണ്ടാവും. ആര്യവേപ്പിൻ്റെ ഇലയായിട്ടും എന്തെങ്കിലും ഒറ്റമൂലികൾ അല്ലെങ്കിൽ ഇതുണ്ടാവും. കുറ്റി ഷുഗറിനുള്ള ഓരോ മരുന്നിന് ഇങ്ങനെ വേണ്ടിയിട്ട്, അതുകൊണ്ട് അമ്മിക്ക് ഉപയോഗമുണ്ട്. മുളകും ഉപ്പും കൂടെ എന്നിട്ട് അരച്ചെടുക്കും. അതിൻ്റെ മുന്നേ തേങ്ങ ഒന്നും കണ്ട് കുത്തിയെടുക്കുക, അല്ലെങ്കിൽ മുളകിലായി കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് തെറിക്കുമ്പോഴേ മാറുള്ളൂ. ഇതാദ്യം ഒന്നും കണ്ട് കുത്തി. കോമാങ്ങയാണ്, പുളിയുള്ള മാങ്ങ ആണെങ്കിൽ നല്ല ടേസ്റ്റ്. അത് പുളി ആവണുള്ളൂ, വലിപ്പം വെക്കണുള്ളൂ. ഞാൻ തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നല്ലോണം അരക്കരുത്, പൊടിക്ക് ഇങ്ങനെ എടുക്കും പോലെ നല്ലോണം അരഞ്ഞ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലോണം അങ്ങനെ നമ്മൾ മാങ്ങാ ചമ്മന്തി റെഡിയായി.